ഹായ് ഹലോ. ഇന്ന് നമ്മൾ ഉച്ചയ്ക്കാണ് വീഡിയോ ചെയ്യാൻ വന്നത്. രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കുറച്ച് പണികളൊക്കെ ഉണ്ടേനി. പിന്നെ നമ്മൾ ഉണ്ണിയേട്ടനും കുറച്ച് നേരം വൈകിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ അവരൊന്നും ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരിക്കുന്നത്. ഞാൻ വിശേഷങ്ങളൊന്നും പറയില്ല, നമുക്ക് വേഗം കഥയിലേക്ക് അങ്ങോട്ട് പോവാം. എൻ്റെ കുട്ടികൾക്കൊക്കെ സുഖമാണെന്നുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും കഥ പറയാൻ തുടങ്ങുകയാണ്. എല്ലാവരും സുഖമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചോളൂ കേട്ടോ. ഇന്നലെ മീൻ പൊരിച്ചൊക്കെ കഴിച്ചോ? എന്നാൽ നമുക്ക് പിന്നെ പറയാം. അപ്പം നമുക്ക് ഇന്നലെ എവിടെ എത്തിയത് നമ്മളെ കഥയിലേക്ക് പോവാണേ. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും കഥ കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ കഥ പറയാൻ തുടങ്ങും. തൊണ്ടയ്ക്ക് റെഡിയാക്കട്ടെ. അപ്പം നമ്മൾക്ക് സമയം ഇപ്പോൾ 12:45. നമുക്ക് ഇനിയൊരു അരമണിക്കൂർ എന്തായാലും കഥ പറയാൻ സമയമുണ്ട്. അരമണിക്കൂറൊന്നും വേണ്ടാന്നേ. അപ്പം പിന്നെ അമ്പലത്തിൽ പോണ കാര്യം ചേച്ചിനോട് പറഞ്ഞ് സെറ്റ് പറഞ്ഞിട്ട് പോയതല്ല. അന്ന് ഉച്ച തൊണ്ടയ്ക്ക് എന്തോ ഒരു പ്രശ്നത്തിൽ വെള്ളം കുടിക്കേണ്ടതായിരുന്നു. അത് കുടിച്ചില്ല. എത്ര കഥയിലേക്ക് പോകാറുന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ വലിച്ചിടും. അന്ന് ഉച്ചയോടെ ഹരിൻ്റെ വീട്ടിൽ ചെക്കന്മാരെല്ലാം സാധനങ്ങളും ചാക്ക് കണക്കിന് ഓരോന്ന് കൊണ്ടുപോയിട്ട് ചേക്ക പോക ഒച്ചയും വിളിയൊക്കെ. അപ്പോൾ ഹരി ജിഷനെ വിളിച്ചും കൊണ്ട് അവിടേക്ക് വരും, അടക്കൾ പുറത്തേക്ക് വരും. അപ്പോൾ ചെറിയമ്മ ഉണ്ടാ മോനെ വെച്ച് വരും. പറയും, അമ്മച്ചി അവിടെ പിന്നെ പിള്ളേരെല്ലാവരും വന്നിക്കണം, ഓരോ പണികളൊക്കെ ചെയ്യുക. കുഞ്ഞ് പന്തലൊക്കെ ഇട്ട് അവർ സെറ്റാക്കാണ്. അപ്പോൾ പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെപ്പിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറച്ച് ആളുകളെ വിളിച്ചാണെങ്കിലും അപ്പോൾ ഒരു 2 വെക്കുന്ന ആളുകളൊക്കെ വന്ന് അവിടെ ഒരു സന്തോഷത്തിന് അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇവർ പറയാം, പിന്നെ ജിഷനോട് വന്ന ശേഷം വെള്ളമൊക്കെ ഒന്ന് കലക്കി കൊടുക്കാൻ പറയാറിയാം. അപ്പോൾ ചെറിയ പറയും, മോനെ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. ഒരു വേണ്ട, അവിടെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയിട്ടിരിക്കണം, അവിടെ നിന്ന് കലക്കിയാൽ മതി എന്ന് പറയും. എന്നാൽ ശരിയെന്ന് അറിഞ്ഞുകൊണ്ട് ചെറിയമ്മ അങ്ങോട്ടേക്ക് പിള്ളേരെ വിളിക്കും. ജിഷേ ഇങ്ങോട്ട് വാന്ന് പറയുമ്പോഴത്തേന് രണ്ടാളും കൂടി ആത്തുനിന്ന് ഓടി വരും. ഓടി വന്നാൽ ഹരി അങ്ങോട്ട് പോണാക്കാണ്. അപ്പോൾ അവളെ പറയും, പിന്നെ ഹരി എന്താ ചെറിയമ്മയെ പോണേന്നറിയാം, വന്നിട്ട് പോയതെന്നറിയാം. അപ്പോൾ അവിടെ എല്ലാവരും വന്നില്ലേ, അവിടെ ഒരിത്തിരി വെള്ളം കലക്കി കൊടുക്കാനൊന്നും ആരില്ല, നമ്മൾ പോവാഞ്ഞ് മോശമായി, കുട്ടികളെ നടന്നോടി ശേഷം വെള്ളമൊക്കെ കലക്കി കൊടുക്കുക അവിടെ ആ പിള്ളേർക്കൊക്കെ എന്നറിയാം. അപ്പോൾ പിന്നെ അറിയാം, പിന്നെ അമ്മ വരണ്ട, ഞങ്ങൾ പോയി കലക്കിയൊക്കെ കൊടുത്തോളാം, ഞങ്ങൾ ചെയ്തോണ്ട് അമ്മ അവിടെ ഇരുന്നു, അവിടെ ആരുമില്ലല്ലോ. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി പോയി ചെയ്ത് കൊടുക്കോളൂ പറയാം. അപ്പോൾ മഞ്ജു പറയും, ചെറിയമ്മ ഞങ്ങൾ മോള് പോകുമോ വയ്ക്കുക. പറയും, ചെറിയമ്മ ഞാൻ പോകും. ചെറിയമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലേ. അങ്ങനെ കേൾക്കുമെന്നാവോ, സൗണ്ട് ഉണ്ടോ അറിയില്ല, കുറച്ച് അകലെയാണ് നമ്മളെ ഫോണ്, കുറച്ചും കൂടി ഞങ്ങോട്ട് നീങ്ങിയിരിക്കുക. അങ്ങനെ ഇവർ രണ്ടും കൂടി ഓടി കളിച്ച് അവിടെ ചെല്ലും. ചെന്ന പഠനം വിളി ചോദിക്കുക, ഹരിയേട്ടാ ഇവിടെ സാധനങ്ങളൊക്കെ എന്ന് പറയാം. അപ്പോൾ 2 ചാക്ക് കെട്ടുണ്ടാവും ഒരു അപ്പോൾ അതിലുണ്ട് പച്ചക്കറീൻ്റെ സാധനത്തിൽ പിന്നെ വെള്ളം കലക്കണമൊക്കെ ഉണ്ടാവും. അപ്പോൾ പറയും, പിന്നെ പാത്രം എവിടെ ഹരിയേട്ടാന്നൊക്കെ പറഞ്ഞാൽ വേറൊരു മൂലമല്ല, ഒരു ചാക്ക് നിറച്ച പാത്രങ്ങൾ. അപ്പോൾ അതിന് കുറച്ച് പിന്നെ ഡവറിയും കറണ്ടിയും എല്ലാം എടുത്ത് പിന്നെ ഇവർ അതൊക്കെ കഴുകി പിന്നെ രസം വെള്ളമൊക്കെ എടുത്ത് കലക്കി പിന്നെ പലഹാരം ഉണ്ടാവും. ഒരു ചക്കിൻ്റെ അകത്ത് മിച്ചർ, ബിസ്ക്കറ്റ്, കായവറുത്ത്, അങ്ങനെ കണ്ട കുറേ പലഹാരങ്ങളൊക്കെ. പിന്നെ ഒരു പാത്രം, ഒരു ചക്ക് ആ ചക്കിൽ തന്നെ ഉണ്ടാവും കുറേ ഡബ്ബകളൊക്കെ. അപ്പോൾ അവരെന്ത് ചെയ്യും, ചേച്ചി ഇതൊക്കെ നമുക്ക് ഒരു ഇതിലാക്കാന്ന് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് അവർക്ക് വെള്ളം കൊടുക്കാറ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഹരിനോട് ഓരോന്ന് ചോദിക്കുമ്പോൾ ഹരി ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഹരി ജിഷനോടാണ് പറയണം. മഞ്ജുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല കേട്ടോ. അപ്പോൾ മഞ്ജു ഇങ്ങനെ നോക്കുന്നുണ്ട് ഹരിനെ, പക്ഷെ ഹരി നോക്കണില്ല. അപ്പോൾ ഒരു എന്താ അപ്പോൾ ഇത് എന്നെ നോക്കണേയില്ലല്ലോ, എന്നോടൊന്നും സംസാരിക്കണില്ലല്ലോ എന്നൊക്കെ മനസ്സിലുണ്ട്. എന്നാലും ഒരു വേഗമൊക്കെ പാത്രത്തിലാക്കി കൈവറുത്തും ഇതൊക്കെ ആ പന്തലിടുന്ന കുട്ടികൾക്കൊക്കെ അവിടെ കൊണ്ടേ വെച്ചെടുക്കും, പിന്നെ വെള്ളമൊക്കെ കൊടുക്കും. അങ്ങനെ ഇവർ ഓരോ പാത്രങ്ങളിൽ ഈ പലഹാരമൊക്കെ ആക്കി അടക്കള ഇങ്ങനെ റാക്കിൻ്റെ മുകളിലൊക്കെ വെച്ച് ഭംഗിയിൽ മഞ്ചും കൂടി എല്ലാം വെച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ഓരോന്നൊക്കെ ആക്കി എടുത്ത് ഒതുക്കിയൊക്കെ വെച്ച് പിന്നെ അപ്പോൾ ഈ പലഹാരങ്ങളൊക്കെ കൊടുത്ത് ഇവർ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ പന്തൽ പണിക്കാർ ഒരു ചെറിയ സെറ്റപ്പിൽ ഒരു ചെറിയ എല്ലാവരും കൂടി ഒരു ചെറിയ സെറ്റപ്പിൽ ഒരു പന്തലൊക്കെ ഇട്ട് അപ്പോഴേക്ക് വെക്കുന്ന ആളുകൾ വന്ന് ഇതൊക്കെ നോക്കി പിടിച്ച് പിന്നെ അവർ കുറച്ച് അകലേന്നാണ് വന്നത്. അപ്പോൾ അവരറിയും ഇവിടെ നിന്നോളം പറയും, അരി അറിഞ്ഞ് ഇന്ന് പോകണ്ട ഇവിടെ നിന്നോളം പറയും. അപ്പോൾ രാത്രി നമുക്ക് ഇച്ചിരി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അരി
ആ അപ്പം മഞ്ജുന് എന്നിട്ടും ഇവനെങ്ങനെ ഇവളെ ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. ഇവൻ നോക്കണേ ഇല്ല. ഇവൻ ഓരോ കാര്യങ്ങളും ജിഷൻ്റെ അടുത്ത് വന്നിട്ടാണ് പറയണത്. എന്നിട്ട് ആ ഇങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് പോകുക, എന്നെ ഇവരുടെ അടുത്തൊന്നും നിൽക്കുന്നില്ല. അങ്ങനെ ഇവർ എന്ത് ചെയ്ത് മഞ്ജുന് വല്ലാത്തൊരു ഫീലായിട്ടോ. മഞ്ജു പറഞ്ഞ് ജിഷ ഇവിടെയെല്ലാം കഴിഞ്ഞില്ല, നമുക്ക് പോവാം പറയാം. അപ്പം ജിഷയ്ക്ക് വരണം എന്നുള്ള വേണ്ടില്ല. അപ്പോൾ പറയും ജിഷ വേഗം നോക്ക്, നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണ്ടേ, പോയിട്ട് ഇനി ഗിഫ്റ്റ് വാങ്ങി വരുമ്പോഴത്തേന് നേരം വൈകും. അപ്പോൾ ജിഷ അറിയാം ആ ശരിയാണ് എന്നറിയാം. അപ്പോൾ ഇവളറിയാം പിന്നെ എന്നാൽ ഞങ്ങൾ പോവാട്ടോ ഹരിയേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഹരി അറിയാം ജിഷ ആ കൊട്ടയിൽ അതാക്കുന്ന കൊട്ട നിറച്ചും നമ്മളെ ജമന്തിമാല ഇതൊക്കെ ഉണ്ടാവും കേട്ടോ, ഒരു നല്ലൊരു പൂക്കൊട്ട. അപ്പോൾ പൂവായതുകൊണ്ട് പൂക്കട്ട. അപ്പോൾ അതിലതൊരു വലിയ മുല്ലയാണ്. അത് എടുത്തിട്ട് പോയിക്കോളെ, നാളെ വരുമ്പോൾ ഒക്കെ വെച്ചിട്ട് പോകുന്നുള്ളൂ. ഇനി പോയാലും ഇപ്പം അങ്ങോട്ട് വരുന്നൊന്നുമില്ലല്ലോ, ഇന്ന് ഒരു കണ്ണപ്പിച്ചങ്ങോട്ട് പറയേ. അപ്പോൾ പോയാൽ ഇനിയിപ്പോൾ ഇന്ന് വരുമോ എന്നാവോ എന്നറിയില്ല. ഞാനിവിടെ ഒരുത്തന്നെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കഷ്ടപ്പെടുകയാണെന്നുള്ളൊരു ചിന്ത വേണ്ടേന്നറിയും. അപ്പോഴാണ് മനുഷ്യന് മനസ്സിലായത്, ഓ ഇത് സംഗതി നമ്മൾ നേരത്തെ ഇവിടേക്ക് എത്താത്തതുകൊണ്ടാണ് ഈ ഹരിയേട്ടനുള്ള പിണക്ക് പിന്നോടല്ലേ കാട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒക്കെ നല്ല മനസ്സിൽ വല്ലാത്തൊരിത് എന്താണ് ഒരു സന്തോഷമൊക്കെ തോന്നി ആ പരിഭവത്തിന് കേട്ടോ. അപ്പോൾ അവളറിയാം എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് വരാമെന്നറിയാം. അപ്പോൾ ഇവർ പോകുകയാണെന്ന് ചെക്കപ്പൊക്കെ കണ്ട പടന്ന ഹരി ഡൈനിങ് ഹാളിലേക്ക് ചെല്ലും. അപ്പം ജിഷ അറിയാം എന്നാൽ ഞങ്ങൾ പോയി വരാമെന്നറിയാം. അപ്പം പിന്നെ ഒരു മുല്ലൊന്നും എടുത്തില്ല കേട്ടോ, അത് അവിടെ തന്നെ വെച്ച്. അപ്പോൾ പിന്നെ ജിഷ അങ്ങോട്ട് പുറത്തേക്ക് സിറ്റ് ഔട്ടിലേക്ക് അങ്ങോട്ട് കടന്ന്. അപ്പോൾ മഞ്ജു ഇങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് കടക്കാൻ പോകുമ്പോൾ നടക്കുകയാണ്. അപ്പടി ഹരി അങ്ങോട്ട് കൈ പിടിച്ചിട്ട് അപ്പോൾ ഓനെ നോക്കും. അപ്പോൾ പോകണ്ടെന്ന് ആ കണ്ണുകൾ പറഞ്ഞു എന്ന് അവനോട് ഇപ്പോൾ പോകണ്ടെന്നുള്ളൊരു ആ വാക്ക് അവൻ്റെ കണ്ണുകൾ പറഞ്ഞു. അപ്പോൾ അവൾ പറയും 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തിരിച്ചു വരും എന്നറിയാനോട്. അപ്പോൾ എനിക്ക് എന്തിനപ്പം പെട്ടെന്ന് പോകണം, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി, ഇപ്പോൾ പോകണ്ട, ഇവിടെ ആരാണല്ലേ. അപ്പം പറയും പറയും എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങാനാണ്, അത് പോയിട്ട് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തിരിച്ചു വരുന്നത്. അപ്പോൾ എന്തിന് ഗിഫ്റ്റ്, എന്തിനാ ഗിഫ്റ്റൊന്നും വേണ്ട, അയ്യേ എന്തിന് ഗിഫ്റ്റ്, എനിക്ക് ഏറ്റവും വലിയ ഗിഫ്റ്റല്ലേ ഇത്, അതിലും വലിയ ഗിഫ്റ്റൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പറയും ഒന്ന് പോഹാരി, ഹരിക്കല്ല ഗിഫ്റ്റ്, എൻ്റെ വീട്ടിലേക്ക് ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് കൊണ്ടുവയ്ക്കാൻ പോവാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് സന്തോഷവും സങ്കടമൊക്കെ പറയണ്ടേ നമുക്ക്, അതിനൊരു ഗിഫ്റ്റാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ പറയും ഓ എന്നാൽ ശരി, അവൾ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്, എന്നാൽ ശരി എന്നാൽ ഞാൻ പൈസ എടുത്തു തരാമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് പോകുമ്പോൾ അവൾ കൈ പിടിച്ചിട്ട് പറയാം വേണ്ട എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേഗം പോയിട്ട് വരാറ്. അങ്ങനെ ഇവള് കുലായിലേക്ക് പോകും. കുലായിലേക്ക് പോകുമ്പോഴത്തേനും നമ്മളൊന്ന് വായിച്ചിട്ട് വരാം. അപ്പോൾ ഇവൻ പറയും പിന്നെ എൻ്റെ ജീവാനന്ദം വരെയുള്ള ഒരു ഗിഫ്റ്റല്ലേ ഇത്, അതിൽ വലിയൊരു ഗിഫ്റ്റ് എനിക്ക് ഇനി ഈ ഭൂമിയിലില്ല എന്നൊക്കെ പറയുള്ളൂ അടുത്ത്. അപ്പോൾ അവൾ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് ഇവൻ പറയും അല്ല നാളെ അമ്പലത്തിൽ പോകുന്ന കാര്യം ചെറിയമ്മൻ്റെ അടുത്ത് സമ്മതം മേടിച്ച. അപ്പോൾ പറയും ഓ പറഞ്ഞ് ജിഷയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ചെറിയമ്മയും വരാറിഞ്ഞു. അപ്പോൾ നിൽക്കും അല്ല. അപ്പോൾ ജിഷ പറഞ്ഞു അമ്മ ഇന്ന് വരുന്നു വേണ്ട, ഹരിയേട്ടനൊക്കെ അവിടെ ഗണപതി അമ്മ കഴിപ്പിക്കുന്നുണ്ട്, ഹരിയേട്ടൻ എല്ലാവരും അവിടേക്ക് കിട്ടും, പിന്നെ എന്തിനാ പേടിക്കുക, ഞങ്ങൾ പോയാൽ ഹരിയേട്ടനൊക്കെ ഇല്ലേ അവിടെ എന്നപ്പോൾ ഹരി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ചെറിയമ്മക്ക് വിശ്വാസം. അവർ അതാണ് ഞാൻ. അപ്പോൾ അതാണ് ഞാൻ, അപ്പോൾ എന്നാൽ ഞാൻ വേഗം പോയിട്ട് വരാറ്. അപ്പോൾ ഒളിച്ചേക്ക് പാല് കച്ചള ചെമ്പൊക്കെ ഉണ്ടോ. അപ്പോൾ ജിഷ അറിയാം അതൊക്കെ ആ ചാക്കും കെട്ട് നിറച്ചല്ലേ പാത്രം. അപ്പം പറയാം ഒരു ചാക്ക് നിറച്ച് ഞാൻ പാത്രം വാങ്ങി, എൻ്റെ പെണ്ണിന് ഇനി ഇവിടെ ഒരു പാത്രത്തിൻ്റെ കുറവുണ്ടാവാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ചെക്കന്മാരും എല്ലാവരും ചിരിക്കും, ജിഷിയും ചിരിക്കും, ഹരിയും ചിരിക്കും. മഞ്ജുവിന് എന്തോ അതൊരു നല്ലൊരു സന്തോഷം, ഇങ്ങനെ തുടിക്കുന്ന പോലത്തെ ഒരു വാക്കുകളായിട്ട് അവൾക്ക് ചിരിയൊന്നും വന്നില്ല. അവൾക്ക് നല്ലൊരു സന്തോഷം എന്തോന്നറിയവള് ഇങ്ങനെ ഭൂമിയിലൂടെ ഇങ്ങനെ പൊങ്ങി നടക്കുന്ന ഒരു അവസ്ഥ അവിടെ നിന്ന് ഇവിടെ ഇറങ്ങുമ്പോൾ. അപ്പോൾ അവള് വേഗം ഓടി ഇവിടെ വരലും ചെറിയമ്മൻ്റെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും വാങ്ങാൻ പോവാം. അപ്പോൾ ചെറിയമ്മേനോട് അവള് രാവിലെ പറഞ്ഞല്ലേ മക്കൾ എങ്ങനെ പോകും, അപ്പോൾ വേഗം ഓട്ടോ വിളിച്ചിട്ട് പോകാറുണ്ട്. അങ്ങനെ ഓട്ടോ എങ്ങനെ വിളിച്ചെന്നൊന്നും ചോദിക്കരുത്, അതൊന്നും ഇതിൽ പറഞ്ഞില്ല. ഓട്ടോ അവിടെ ഇടയിൽ കൂടെ എപ്പോഴും പോകുന്നേ. അപ്പോൾ ഓട്ടോ വിളിച്ച് പിന്നെ ചടപടാന്ന് മാറ്റി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ചടപടാന്ന് മാറ്റി ബാഗൊക്കെ എടുത്ത് അപ്പോൾ ചെറിയമ്മ വെച്ച് മോളെ പൈസ വേണ്ട, പൈസക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ അവർ ഓട്ടോറിക്ഷ കയറി. ഓട്ടോറിക്ഷക്കാരനോട് മഞ്ജു പറയും നേരെ ഞങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ്, പ്രസൻറ്റ് കൊടുക്കാനാണ്, അങ്ങനെയുള്ള കടയിലേക്ക് പോകാൻ. അപ്പോൾ അയാൾ ചോദിക്കും എന്ത് ഗിഫ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറയും ഇങ്ങനെ കണ്ണനൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ ശ്രീകൃഷ്ണൻ,
കണ്ണൻ അങ്ങനത്തെയൊക്കെ ഗിഫ്റ്റ് വിൽക്കുന്ന സ്ഥലത്തേക്ക്. അങ്ങനെ അയാൾ അങ്ങനെ ഒരു കടയിൽ കൊണ്ടുപോയി നിർത്തി. അവിടെ പോയി അവളൊക്കെ നോക്കി ഒക്കെ ഒന്നും പറ്റില്ല. ലാസ്റ്റ് അയാളുടെ ഒരു സൈഡിലൊരു നല്ല ചതുരത്തിലൊരു ഗ്ലാസിൻ്റെ കൂട്ടിലൊരു നല്ല മാർബിൾ കണ്ണൻ വെളുത്തിട്ട് നല്ല ഭംഗി, നല്ല ഗ്ലേസിങ് അല്ലേ ആ കണ്ണിനെ കാണാൻ. അത് കണ്ടപ്പോൾ അവൾക്ക് ഇഷ്ടമായേ. അപ്പോൾ അവളെ ഒന്നും നോക്കില്ല, വിലയൊന്നും ചോദിച്ചില്ല, നല്ല വില ഉണ്ട്. ഇനി അവൾ അതന്നെ വാങ്ങിച്ച് അങ്ങനെ തന്നെ അവർ ഹോട്ടലിൽ വന്ന് ചെറിയമ്മനും കൂട്ടി വീട്ടിൽ പോയപ്പോൾ ഹരീൻ്റെ കൈ കൊടുത്ത് അങ്ങനെ അത് ഹരി മേടിച്ച് കുറച്ച് വലുതാണ്, കുറച്ച് വലിപ്പൊക്കെ ഉണ്ട്. അങ്ങനെ അവൻ മേടിച്ച് അവിടെ വെച്ച് ഇവരെല്ലാവരും കൂടി പൊളിച്ചപ്പോൾ ഈ കണ്ണനെ കണ്ടപ്പോൾ ഏറ്റവും സന്തോഷം അവർക്ക് കണ്ടത് നമ്മൾ ചെറിയമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അങ്ങനെ അപ്പോഴേക്ക് നമ്മളെ മാധവൻ നായരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന പാടെ തന്നെ കുളിക്കുകയും മറ്റൊന്നും ചെയ്യേണ്ടവരെ കണക്റ്റ് അവിടുത്തെ ഒച്ചപ്പാടിട്ടിട്ട് അങ്ങോട്ടേക്ക് വരും. അങ്ങനെ എല്ലാവരും കൂടി ഒരു ജഗ പൊകയായി കണ്ണനെ കണ്ട് ചിരിയും കളിക്കെ. അപ്പോൾ ചെറിയച്ഛന് വെള്ളം കൊടുക്കും മഞ്ജു എന്ന് പറയുന്നത്. പറയേ വെള്ളമൊന്നും വേണ്ട, ചെറിയച്ഛൻ വെള്ളമൊന്നും കുടിക്കില്ല. അപ്പോൾ വെള്ളമൊന്നും വേണ്ട, ഞാൻ കുളിക്കാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ ചെറിയച്ഛനെ അങ്ങോട്ട് പോകും. അപ്പോൾ പിള്ളേരെ ഞങ്ങൾ വന്നോളിട്ടാ, ഞങ്ങൾ വന്നോളാം, അമ്മ പൊയ്ക്കും, ഞങ്ങൾക്ക് ഈ കണ്ണെനിക്കൊന്നും നല്ലപോലെ വെക്കാണ്ട് ഇവിടെ. അപ്പോഴേക്ക് ഈ മാലയൊക്കെ തൂക്കുണ്ടാവും, ജമാലും മനോജ് എല്ലാം കൂടി മാലയൊക്കെ തൂക്കുണ്ടാവും. അപ്പോൾ ഇവർ മഞ്ജു വന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ആ കൊട്ടേന്ന് ആ മുല്ല, അപ്പോൾ ഹരി പോയിട്ട് ഒരു സ്റ്റൂള്, മരത്തിൻ്റെ സ്റ്റൂള്, കുഞ്ഞ് സ്റ്റൂള് അതെടുത്ത് കൊണ്ടുവന്ന് ലൈനിലൊക്കെ ഇരിക്കുന്ന പണ്ടത്തെ സ്റ്റൂളാണ്, പുതിയതൊന്നല്ല കേട്ടോ. കണ്ണനെ കിട്ടിയോണ്ട് പെട്ടെന്ന് ഒരു പുതിയ സ്റ്റൂൾ വന്നതൊന്നല്ല, അന്നൊക്കെ സ്റ്റൂളൊക്കെ ഉണ്ടാവുന്നേ. ആ സ്റ്റൂൾ അവിടെ ഹോളിൽ കണ്ണോടെ തന്നെ കൊണ്ടുപോയിട്ടിട്ട് കണ്ണനെ അവിടെ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ മഞ്ജു എന്ത് ചെയ്യും, ആ ക്ലാസ്സിന് അവിടെ ഒരു ചെറിയ വാതിലുണ്ട് ഓപ്പൺ, അത് തുറന്ന കണ്ണനെ നല്ലോണം കാണാൻ. കണ്ണിങ്ങനെ ഇടക്കൊഴൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇങ്ങനെ നോക്കും, ഹരി നോക്കും. അപ്പോൾ അവൾ വേഗം ഇവരുടെ അടുത്തേക്ക് പോയിട്ട് ആ മുല്ലപ്പൂവെന്ന് ആ പൊതി അഴിച്ചിട്ട് കുറച്ച് വലിയ കഷ്ണം എടുത്ത് മാലയൊക്കെ കെട്ടി. അപ്പോഴേക്ക് ജിഷ ഇവരുടെ അടുത്തേക്ക് പോയിണ്ടാവും കേട്ടോ. അമ്പള മനോജൊക്കെ ഇങ്ങനെ അലങ്കരിക്കുന്നുണ്ടല്ലോ അവിടെ പൂവൊക്കെ. അപ്പോൾ ഇവള് പറയും, ജിഷാർ എന്തിനാ നിങ്ങൾ അതൊക്കെ ഞങ്ങൾ ചെയ്യില്ല. നിങ്ങളെ ചെയ്യലൊന്നും നമുക്ക് കാണണ്ട, മനോജ് പറയണ നമുക്ക് കാണണ്ട. അന്ന് ഉച്ചയ്ക്ക് വിശന്ന് പൊരിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഈ തമ്പത്തുണ്ടായിട്ട്. അപ്പോൾ അയ്യോ പറയണ്ടില്ലേന്ന് പറയാം. മഞ്ജുവിന് പറയാം, ഓനാണെന്നുണ്ട് ചോറും തിന്നില്ലോ, അങ്ങോട്ട് പോകുന്നു എന്തേന്നറിയും. അപ്പോൾ ഇവർക്ക് ജിഷയ്ക്ക് അതെന്തേന്ന് ഓനോട് ചോദിക്കണം, ഓനെന്തേ തിന്നാഞ്ഞെന്ന് ഹരി. അങ്ങനെ മഞ്ജു അത് ചോദിക്കണം വെച്ച് വരുമ്പോഴാണ് ഈ മുല്ലമാല എടുക്കാൻ പോയി. അപ്പോഴേക്കൊക്കെ അത് വിട്ട് അങ്ങനെ അവള് മുല്ലെടുത്ത് മാല കെട്ടി കണ്ണൻ്റെ കഴുത്തിലിട്ടു. അപ്പോൾ കണ്ണൻ്റെ കഴുത്തിലിട്ടപ്പോൾ ഹരി കുറച്ചൊരു അസൂയോടുകൂടി നോക്കും. അസൂയോടുകൂടി വിചാരിക്കും ഞാൻ എത്ര പെട്ടെന്ന് പറയുന്നു, ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു വായിച്ചിട്ടോ പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം അസൂയോടുകൂടി ഓളം നോക്കും. അപ്പോൾ അവയ്ക്കും എന്തേ പറയും, എനിക്ക് ഈ മൂപ്പര് എന്തിനാ അവിടെ കൊണ്ടുവന്ന് വെച്ചതെന്ന് ചോദിക്കുക. അവൾക്ക് എന്താ അങ്ങനെ പറയണേ? പറയാം, അല്ല എനിക്ക് രസം അസൂയണ്ടേ, എൻ്റെ കഴുത്തിലേക്ക് ആദ്യം വികണ്ടേ, എന്നിട്ടല്ല അവിടെ ഇടണ്ടേ. അപ്പോൾ ഹരി അതാണിത്, കണ്ണൻ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ളതല്ലേ കണ്ണനെ. പറയാം, എനിക്ക് എന്തായാലും വേണ്ടിയില്ല, എനിക്ക് ഇത്തിരി മൂപ്പരെടുത്ത് അസൂയൊക്കെ തോന്നണ്ടിട്ടോന്നറിയാം. ഇപ്പം കണ്ടില്ല എൻ്റെ കാര്യം മറന്ന്, എൻ്റെ കാര്യങ്ങളൊക്കെ മറന്നില്ലേ. പറയാം, എന്ത് കാര്യം, ഹരിൻ്റെ കാര്യം മറന്നത്? ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലാന്ന് എന്താണെന്ന് ചോദിച്ചാൽ, ഹരി എന്തേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതിരുന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നതാ, പെട്ടെന്ന് വന്ന പെട്ടെന്ന് ഇപ്പോൾ കണ്ണനെ കണ്ടപ്പം പറഞ്ഞു. അപ്പം പറയാം, അപ്പം പറയും, നീ ഉച്ചയ്ക്ക് ഇന്നലെ ചോറ് കൊണ്ടുകൊടുത്തല്ലേ, അപ്പോൾ ഇവിടെ എന്നും കൊണ്ടുകൊടുക്കും തിന്നാടെ വന്നതാ. നീ ഉച്ചയ്ക്ക് എനിക്ക് ചോറും കൊണ്ട് വന്നാൽ ഞാൻ കഴിച്ചു പറഞ്ഞാൽ എനിക്ക് വിഷമമാവില്ലേ, അതുകൊണ്ട് ഞാൻ കഴിക്കാണ്ട് വന്ന ഈ കൊണ്ടത്. വളരെ അയ്യോ ജിഷ ഉണ്ടേനെ അവിടെ, അവളോട് വർത്താനം പറഞ്ഞിരുന്നു, ഞാൻ മറന്ന്. അപ്പം പറയാം, അതാണ് പറയണത്, ഓരോരുത്തരുണ്ടാകുമ്പോൾ എൻ്റെ കാര്യം മറക്കുക, അങ്ങനെ മറക്കണതാണ്. ഈ തിരക്കിൻ്റെ ഉള്ളിൽ ഞാൻ നിന്നെ മറന്നോ, നിനക്ക് ഞാൻ എന്താ വാങ്ങി? അപ്പോഴേക്ക് എന്താ വാങ്ങി? അതാ കൊട്ടയിൽ മുല്ലപ്പൂ. അപ്പോൾ മുല്ലപ്പൂ അത് ഞാൻ കണ്ട്. അപ്പോൾ വേറെ ഒരു കുട്ട വാങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്ക് എന്താണ് അത് മേലത്തെ റൂം കൊണ്ടുപോയി വെച്ചിരിക്കണം പറയും മണിമാളികയിൽ. അപ്പോഴേക്ക് എന്താ, അതെ സെറ്റ് സാരിയാണ്. അതെന്തിനപ്പോൾ സെറ്റ് സാരി? നാളെ സെറ്റ് സാരി ബ്ലൗസൊക്കെ എടുത്തിട്ട് വേണം നമ്മൾക്ക് അമ്പലത്തിലൊക്കെ പോയിട്ട് മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ട് വന്നിട്ട് വേണം ഈ അടുപ്പിൽ പാല് കാച്ചാന്നറിയാൻ. ഞാനോ പാല് കച്ചണത്? അപ്പോൾ പറയാം, ഇയല്ലാണ്ട് പിന്നെ ഈ അടുപ്പിൽ പാല് കാച്ചാൻ അറാധപ്പെട്ടതാരാന്ന് ചോദിക്കും. അപ്പോൾ ജിഷയും ഇവർ അവിടെ പോയിട്ട് കിന്നാരും പിന്നാരും പറയാനട്ടെ. അപ്പോൾ ഇവർ കൃഷ്ണൻ്റെ അടുത്തെന്നാണ് പറയണത്. അപ്പോൾ ഇവളേറെ ചെറിയമ്മ എന്താ വിചാരിക്കുക,
അതിന് നമ്മൾ അമ്പലത്തിൽ പോയി വന്നാൽ പിന്നെ നേരിട്ട് ചെറിയമ്മൻ്റെ അടുത്ത് കാര്യം പറയലാണല്ലോ. പിന്നെ ചെറിയമ്മന്നെ തരൂലേ പാലൊക്കെ എടുത്തിട്ട് കാച്ചിക്കൂട് മാളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തോളം ജീവിതത്തിൽ ഇത്രയും നല്ലൊരു അനുഭവങ്ങളെയൊക്കെ ഉണ്ടായില്ല. കുറേ പണവും ഉണ്ടായിട്ട് എന്താ കാര്യം, ഹോസ്റ്റലിലൊക്കെ ജീവിച്ച് എപ്പോഴെങ്കിലും കാണുന്ന അച്ഛൻ്റെ അടുത്ത് നിന്ന് ഒരു തുള്ളി തുള്ളി കിട്ടുന്ന സ്നേഹം, അങ്ങനെയൊക്കെ പിന്നെ കത്തിലൂടെ വരുന്ന ചെറിയമ്മൻ്റെ സ്നേഹമൊക്കെയാണ് അവൾക്ക്. അപ്പോൾ അവൾക്കില്ല എന്താ പറയുക, പിന്നെ ഹരിനെ കെട്ടുപിടിക്കാൻ തോന്നും കേട്ടോ. പക്ഷെങ്കിൽ അവള് അപ്പുറം മനോജ് അവരൊക്കെ ഉണ്ടല്ലോ, പരിസരം മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവള് അവൻ്റെ പുറത്തേക്ക് തന്നെ നോക്കിയേക്കും. അപ്പോൾ ഹരിയും പിന്നെ സിറ്റൗട്ടിലേക്ക് വന്നിട്ട് പറയാം, ഞാനേ ഇപ്പോഴേക്ക് ഇങ്ങനെ 7 മണിയൊക്കെ ആയിട്ടോ, സന്ധ്യക്ക് സമയമായിട്ടോ. അപ്പോൾ പിന്നെ ഹരി അറിയാം ഒരു ചെക്കന്മാരോട് അറിയാം, ചെക്കന്മാർ 2 ആളുള്ളൂ. പിന്നെ വിപ്പാരം അവിടെ ഇങ്ങനെ കസേരയിൽ അവിടെ കിടക്കണുണ്ട്. ഉച്ചയ്ക്ക് രാത്രി പിന്നെ നാളത്തെ ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊക്കെ വെക്കാൻ വേണ്ടി വന്നേറ്റിങ്ങളാണ്. അപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ വരട്ടോ എന്ന് പറയും. അപ്പോൾ ഇവർ 2 ആളും, ഈ ആണുങ്ങൾ 2 ആൾ ജമാലും മനോജും ഒരേ സ്ഥലത്ത് ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാ പോണേ? ഞാൻ നേരത്തെ വാങ്ങിയ ഗിഫ്റ്റ് ഇല്ലേ? അപ്പോൾ ഇവർക്കറിയാം ഇതെന്താ കവറെന്നൊക്കെ ചോദിച്ചിരിക്കുന്നത് പിള്ളേർ. അപ്പോൾ അത് വെക്കാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു സാധനം വാങ്ങി വരുമ്പോൾ അവൻ കടയിൽ പോയിട്ട് എടുത്തിട്ട് വന്നതാണ് അതൊക്കെ. അപ്പോൾ അതവിടെ മേലെയാണ്, അതൊന്ന് ഞാൻ അവൾക്ക് എടുത്ത് കൊടുക്കട്ടെ എന്ന് പറയും. അപ്പോൾ പിള്ളേർ ജിഷറി മേലോട്ടാ ഞാൻ വരാം പിന്നെ ഹരിയേട്ടാന്ന് പറയും. അപ്പം മഞ്ജു പറയും വാ ജിഷെന്ന് പറയും. അപ്പം മനോജറി പോകല്ലേ, അനക്ക് ഇവിടെ പണിയുണ്ട്, ഈ സാധനമൊക്കെ പിടിക്കും, മാലൊക്കെ അവിടെ കൈ കൊടുക്കും, എന്നിട്ട് പിന്നെ കൊടുക്കും, അനക്ക് ഇവിടെ പണിയുണ്ടെന്ന് പറയും. അപ്പോൾ ഇവള് മഞ്ജു പിന്നെ വിളിക്കും, വാ ജിഷെന്ന് പറയാം. അപ്പോൾ പറയാം വേണ്ട ചേച്ചി ഞാൻ പിന്നെ കണ്ടോണ്ട് മേലെ. അപ്പോൾ ഹരി അറിയാം അല്ലെങ്കിൽ ഓള് ഇവിടുത്തെ മേലെയൊന്നും കണ്ടില്ല, ഓളെ മറ്റോട്ട് താമസിക്കുമ്പോൾ ഒക്കെ വന്ന് കണ്ടതാണല്ലോ. അപ്പോൾ ഇവരങ്ങോട്ട് നടന്ന് പോകുമ്പോൾ മനോജ് അറിയാം എന്തടി ബുദ്ധിയില്ല, അത് ഇത്തിരിയെങ്കിലും എനിക്ക് ബുദ്ധി വേണ്ടേ, ഒരിത്തിരി നിമിഷം അവർക്ക് ഒറ്റയ്ക്ക് കൊടുത്തൂടെ നിനക്ക് എന്ന് പറയും. അപ്പോഴാണ് അവൾക്കൊരു ഇത് തോന്നുന്നത്. അങ്ങനെ ഇവർ സ്റ്റെയർ കേസ് കയറി ഇങ്ങനെ പോകുമ്പോൾ, ഇതിൽ കോണിപ്പടി എന്നൊക്കെ കേട്ടോ പറഞ്ഞത്, നമ്മൾ കയറി പോകുമ്പോൾ അവളെ കൈകളിങ്ങനെ കോർത്ത് പിടിച്ചിട്ട് കൈ പിടിച്ചുകൊണ്ടാണ് കയറിപ്പോയി ഡൈനിങ് ഹാൾ കഴിഞ്ഞാൽ ഒരു റൂമേക്ക്, ആ റൂം തുറന്നാൽ പിന്നെ അവിടെ വലിയ കട്ടിലും അളുമാരയും സോഫയും അങ്ങനെ എല്ലാം ഇടാൻ പറ്റിയ വലിയ റൂം. പക്ഷെ ഒക്കെ അത് കണ്ടപ്പോൾ ഓളെ വീട് രാജകൊട്ടാരം പോലത്തെ വീടാണ് അവളത്. പക്ഷെ ഒക്കെ അതൊരു കാരാഗൃഹമാണ് എന്ന് അവൾക്ക് തോന്നുന്നത്. ഇതാണ് ഒരു സ്വർഗം എന്നൊക്കെ തോന്നേട്ടാ. അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവൾ ഇങ്ങനെ നോക്കി താഴേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എല്ലാ സെറ്റപ്പും ചെയ്ത് അതാണ്. അപ്പോൾ കിടക്കയിൽ വിരിച്ച വിരി ഇതൊക്കെ നോക്കുമ്പോൾ ഇവ എന്ത് ചെയ്യും, ആ കിടക്കയിലാണ് ഇട്ടുണ്ടാവും കവറ്. ആ കവർ എടുത്തിട്ട് ഓളെ നേരെ നീട്ടിയപ്പോൾ നമ്മളിന്ന് വായിക്കാൻ പോയില്ലല്ലോ, നമ്മളിത് എത്ര പ്രാവശ്യം വായിച്ചിക്കണെന്ന് പറയാം. അപ്പോൾ പിന്നെ കവറെടുത്ത് ഓളെ കൈ കൊടുത്തപ്പോൾ അവളത് മേടിക്കും. അത് മേടിച്ചിട്ട് അവൾ എന്ത് ചെയ്യും, ആ കവറങ്ങോട്ട് കട്ടിലേക്ക് ഇടും. കട്ടിലേക്ക് ഇട്ടിട്ട് പിന്നെ അവൻ്റെ നേരെ ഇങ്ങനെ അഭിമുഖമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ എൻ്റെ കൈയിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ടവനെ ഇങ്ങനെ അവൻ്റെ അരക്കി കെട്ടിപ്പിടിച്ച് അവനോട് ചേർന്ന് നിൽക്കുള്ളൂ. അപ്പടി ഒത്തിരി നേരം അങ്ങനെ നിന്നതിൻ്റെ ശേഷം ഓളെ പിടിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റിയിട്ട് എന്തെങ്കിലും ഇങ്ങനെ എടുത്തങ്ങോട്ട് പൊന്തിച്ചിട്ട് 3 റൗണ്ടങ്ങോട്ട് ചുറ്റി ഇങ്ങോട്ട് താഴെ വെച്ചാൽ അവൾ നല്ല കഥയ്ക്കും. ഞാനത് പറഞ്ഞു, ഞാനൊക്കെ ശ്വാസം വിടാണ്ട കഥ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വെച്ച് അപ്പടി ഓളെ ചേർത്ത് വെച്ചാൽ ഓളെ ശ്വാസവും ഒക്കെ അവൻ്റെ നെഞ്ചി തട്ടും. അപ്പോൾ അവളെ മുഖം ഇങ്ങനെ പിടിച്ച് ഉയർത്തിയിട്ട് പിന്നെ എന്തേ മഞ്ജു, അവൾ പേടിച്ചു പോയി. അവൾ പെട്ടെന്ന് അവളിങ്ങനെ മാറ്റിയിട്ട് ഇതെന്തേ ഇങ്ങനെ മാറ്റി എന്നുള്ളതെന്ന് വിചാരിക്കുമ്പോൾ തന്നെ എടുക്കലും പൊന്തിക്കലും റൗണ്ട് അടിക്കലും നിർത്തലും ആണല്ലോ ചെയ്തത്, പിന്നെ ചേർത്ത് പിടിക്കാണല്ലോ ചെയ്തത്. അപ്പോൾ പിന്നെ അവളറിയാം തല ചുറ്റിട്ട് വയ്യാന്ന് 3 പ്രാവശ്യം ചുറ്റിയോടാണ് തലറ്റി പോയി പെണ്ണിന്. അപ്പോൾ പറയും തലറ്റുണ്ടോ എന്ന് വെച്ചിങ്ങാണ്ട് അവളെ നെറ്റിക്കൊരു ഉമ്മ കൊടുക്കും, പിന്നെ ചുംബനം കൊടുക്കും. അപ്പോൾ അവളിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ നിൽക്കും ഓനെ നോക്കിയിട്ട്. അപ്പോൾ അവൻ ചോദിക്കും മാറിയോ, അപ്പോൾ ഇല്ലയെന്ന് കാട്ടും. അപ്പോൾ അവളെ 2 കണ്ണിലും മാറി ഉമ്മ കൊടുക്കും. ഇപ്പം മാറിക്കും. അപ്പോൾ അവനെ പിടിച്ച് ഉന്തിയിട്ട് പറയും ഓ മാറി. അപ്പോൾ വിടൂല കേട്ടോ, പറയും മാറിയില്ല, ഒന്നും കൂടി തന്നാലേ മാറുള്ളൂ. അപ്പോൾ പറയും പിന്നെ വേണ്ട മാറി, അല്ല 2 എണ്ണം തന്നോ 3 എണ്ണം വേണം. അപ്പോൾ പറയും 3 എണ്ണം കിട്ടി മതി എന്നറിയേ. ഇവൻ വിടില്ല. അപ്പോൾ അപ്പം പറയും എന്നാൽ ശരി, ഞാൻ 3 എണ്ണം തന്നില്ല, 1 എനിക്ക് തന്നേക്കെന്ന് പറയും. അപ്പോൾ അവൻ വിടുന്നില്ല. അപ്പോൾ പറയും എന്നാൽ ശരി വിടുന്നെന്ന് പറയും. അപ്പോൾ അപ്പോൾ പറയും ഹരി ഒരുപാട് ഹൈറ്റാണ്, എനിക്ക് എത്തൂല, കുറച്ചൊന്ന് താവെന്ന് പറയും.
അപ്പടി അവൻ കട്ടിലിരുന്ന അവൾ അറിയും ഒന്ന് കണ്ണടക്കുന്ന. അപ്പോൾ കണ്ണടിച്ചിങ്ങനെ തലയും പതിച്ച് പിന്നെ ഭയങ്കര സന്തോഷത്തിൽ തലമതിച്ച് നിൽക്കുക. അപ്പോഴേ ഇവിടെ എന്ത് ചെയ്യുന്നു, കട്ടുമെന്ന് കവറെടുത്ത് കണ്ട് ഞാനിതാ പോയതെറിഞ്ഞ കണ്ട ഒറ്റ ഓട്ടം ഇടും. അപ്പം കണ്ണു പറഞ്ഞു ഇടി 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 ഇതടി നല്ലപ്പോ ഞാനിതാ വന്നെന്ന് പറയും. എങ്ങനെ അവളെ പിന്നാലെ വരും. പിന്നാലെ വന്നിട്ട് ഞാനൊന്ന് ശ്വാസം ഇടട്ടെ. അവൾ ചടപടാന്ന് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ അവനെപ്പോഴും ഓള് ഓടിപ്പോയപ്പോൾ വിൽക്കുമെന്നാണ് അവന് പേടി. എന്താ വെച്ചാൽ വെപ്രാളത്തിൽ ഓടിയല്ല പിന്നെ അവയ്ക്ക് കാണില്ല ഞാൻ ഒന്ന് വായിക്കാൻ പോയതിന്. അപ്പോൾ ഓടി ചെറുപടാന്ന് ഇറങ്ങി വന്ന ഉടനെ ചേച്ചിക്ക് എന്താ ചേച്ചി നല്ല ഒരണപ്പുണ്ടേനി നോക്ക്, ഒരണപ്പ്. അപ്പോൾ പിന്നെ ഒന്നുമില്ല. അപ്പോൾ ചേച്ചി ഹരിയേട്ടനടെ ഇതാ വരുന്നതെന്ന് പറയും. നമ്മളറിയാം ചേച്ചി നമുക്ക് പോവാ. അപ്പോൾ ചേച്ചി അറിയാം എന്നാൽ പോവാ. അപ്പോൾ മാലയൊക്കെ ഇവർ തൂക്കി കഴിഞ്ഞിരിക്കണ എന്നാൽ പോവാറ്. അപ്പോൾ പിന്നെ ഒരു വേഗം ഇറങ്ങി ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഈ വിറയൽ മാറണില്ല, ഒരു തരം വിറയൽ എന്താ പറയുക, ശരീരവും മനസ്സൊക്കെ ഒരു വിറപ്പ് വിറയൽ പിന്നെ പോകാറിന്. അങ്ങനെ ഇവർ മുറ്റത്തേക്ക് ഇറങ്ങിയ പടനെ പിന്നെ നാളത്തെ കാര്യം മറക്കണ്ട, അമ്പലത്തിൽ വരാനുള്ള ജീഷനോട് പറയും. അപ്പോൾ പറയും ഓക്കെ റെഡി. ഹരിയേട്ടാ പറയും എടി. അപ്പോൾ എൻ്റെ ഈ കവറിലെ മുല്ലപ്പൂവിൻ്റെ പൊതി ഉണ്ടാവില്ല, എടുത്തിട്ട് കൊടുക്കും. ഇവിടെ കയ്യിൽ കവറുണ്ടാവും കേട്ടോ. കൊടുത്തിട്ട് പറയും എടി ഇതും കൊണ്ടിട്ട് പോടി, നിങ്ങൾക്ക് നാളെ വെക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് ജിഷയ്ക്ക് ഇത്തിരി മുല്ലപ്പൂ ദാനം കിട്ടി. അങ്ങനെ അതും കൊണ്ട് ഇവർ വീട്ടിൽ വന്ന് എങ്ങനെയെങ്കിലും വീട്ടിൽ വന്ന ഉടനെ ഒരു 8 മണിക്കായി ഉണ്ടാവും, 7:30 കഴിഞ്ഞിട്ടായില്ല. അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ചോറ് കൊടുത്ത് ചോറൊന്നും തിന്നാവൊക്കെ കഴിഞ്ഞില്ല. ചോറൊന്നും ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങണില്ല. എന്താന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. ആ വറയിലൊക്കെ മാറിയിട്ടേ ഇല്ല. അങ്ങനെ അവൾ പൂച്ചയ്ക്ക് കൊടുത്തു, ഒക്കെ കൊണ്ടുപോയി ഇങ്ങോട്ട് കുഴച്ചും കണ്ട് പൂച്ചയ്ക്ക് കൊടുത്ത് അങ്ങനെ വേഗം കൈ മുഖമൊക്കെ കഴുകി കവർ ചെറിയമ്മ കാണാണ്ട് വേഗം ഓളെ ഡ്രസ്സൊക്കെ വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുവച്ച്. പിന്നെ അതവൾ വരുമ്പോൾ കൊണ്ടുവന്നാന്ന് വിചാരിക്കുമല്ലോ, എന്നാൾ പോയപ്പോൾ വാങ്ങിയെന്നൊക്കെ വിചാരിക്കും ചെറിയമ്മ എടുത്താലെന്നൊക്കെ ഉള്ള മനസ്സിൽ ഇവൾ അവിടെ കൊണ്ടുവച്ച്. അപ്പോൾ പിന്നെ വേഗം കട്ടുമ്പോൾ കയറി കണ്ട് പുതച്ച് മൂടി കിടക്കുക. ഇവക്കിങ്ങനെ ശ്വാസം ഒന്നും കിട്ടാത്തൊരു അവസ്ഥയിൽ പോയി ഒക്കെ അമ്മായി അനുഭവമുള്ള ഒക്കെ ഉണ്ടായത്. അങ്ങനെ ജിഷി എന്തെങ്കിലും കട്ടുമ്പോൾ കയറി കിടന്നിട്ട് മെല്ലെ പൊതിച്ചോളം ഒറ്റയ്ക്ക് ചേച്ചി എന്താ അവിടെ നടന്നത്? അപ്പോൾ പറയും പൊടി ഒന്നും നടന്നില്ല പറയും എന്താ കവറിലെന്ന്. അപ്പോൾ വളരെ ചെറിയമ്മ കേൾക്കണ്ടടി, അത് നാളെ എനിക്ക് എടുക്കാൻ ഞാൻ സ്വകാര്യം പറയാ, നാളെ എനിക്ക് എടുക്കാൻ അവൻ്റെ വക ഗിഫ്റ്റ്, അരിൻ്റെ വക ഗിഫ്റ്റ് വന്നതാ സെറ്റ് സാരി. അപ്പോൾ പറയോ ആ ചെറിയവരോട് പറയണ്ട. അങ്ങനെ പുതച്ച് മൂടി കിടന്നിട്ട് ദൈവേ അവൾക്കന്ന് ഉറക്കം വന്നില്ല, അവൾ കിടക്കുന്ന ഭാഗമാണ്. അങ്ങനെ നേരം പുലരുന്നതിന് വേണ്ടി രണ്ടുപേരും ഒരുപോലെ കോയും കാക്കയും കരയാൻ പ്രാർത്ഥിച്ച് കിടക്കണം. അപ്പോൾ നമ്മളെ കഥ 20 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നല്ല സ്പീഡിലോടിയ ഒരു വിശേഷം പറയണ്ട. ഇനിയിപ്പം നമുക്ക് ഇച്ചിരി വിശേഷം പറയാം, കേൾക്കണം. ഞാൻ ഇത്ര നേരം കഥ പറഞ്ഞെന്നോ, അപ്പം എൻ്റെ വിശേഷം കേൾക്കണ്ടേ? കേൾക്കണം. നമ്മൾ ഇന്ന് രാവിലെ എണീച്ച് അമ്പലത്തിൽ വിളക്ക് കത്തിച്ച് ശരി ചായയും ചപ്പാത്തി. ഇന്ന് എന്തേനെന്ന് അറിയാം, ഉണ്ണിയാടുന്ന തേങ്ങാപ്പാലാണ് കൊടുത്തത്. നമ്മൾ തേങ്ങാപ്പാലും ചപ്പാത്തി മോനും അതന്നെ കൊടുത്തു. അവർക്ക് 2 പേർക്കും ആഴ്ചയിൽ ഒരു ദിവസം അത് കൊടുത്താൽ ഇഷ്ടം. എൻ്റെ ചേച്ചി ഇത് കേട്ടാലില്ലേ അപ്പം വിളി തുടങ്ങും, എടി ആർക്കടി ഷുഗർ ഉള്ളത്, അവന് തേങ്ങാപ്പാലും പഞ്ചാരിയും കൊടുത്തിക്കണം. ഇല്ല പഞ്ചസാര ഒരു തുള്ളി ഇതുള്ളൂ. പിന്നെ അതുമല്ല 2 നേരം ഷുഗറിൻ്റെ ഗുളിക കുടിക്കുന്നുണ്ട്. ഷുഗർ കൂടിയോ കുറഞ്ഞോ എന്നുള്ള ആ മനുഷ്യൻ പോയി നിൽക്കില്ല, ഞാനും അതെ. അപ്പോൾ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഷുഗർ കുറഞ്ഞിൻ്റെ ഒരു ബാലൻസിന് എപ്പോഴെങ്കിലും ഇത് കൊടുക്കാമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ വാങ്ങി, ചിക്കൻ നമ്മൾ വരട്ടി ചോറ് വെച്ച് ചിക്കൻ വരട്ടി പരിപ്പും വെണ്ടയ്ക്കും തേങ്ങ അരച്ച് കുഞ്ഞുള്ളി ഉണക്കമുളകും എല്ലാം ഇട്ട് വറവിട്ട് സുന്ദരമായി പപ്പടം കച്ചി സോയാബീൻ കുഞ്ഞു കഷ്ണമായി ഉണ്ണിയാറിന് പൊരിച്ച് നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ പപ്പടം സൂപ്പറായിരിക്കും ഇന്ന് നമ്മളെ ഭക്ഷണം. ഓക്കെ, ഇന്ന് ഭക്ഷണം കഴിക്കുന്ന കൂടി ഞാൻ എന്തിലിട്ടാലോ എന്നൊക്കെ ലെങ്ത് വീഡിയോ. ഇപ്പോൾ ടാറ്റാ ലവ് യു. നാളത്തെ ഭാഗം കാണാൻ മറക്കരുത് മക്കളെ, പൊളിയാണ്. ടാറ്റാ ലവ് യു. കാര്യപ്പെട്ട ഉമ്മ തന്നില്ല എന്നോ പറയും, കാര്യപ്പെട്ട ഉമ്മ തന്നില്ല അത് പറയാൻ മറന്നുപോയി. അയ്യോ ദൈവേ, കാര്യപ്പെട്ട ഉമ്മ തരാൻ മറന്നുപോയി. അപ്പോൾ ഓള് ചോദിക്കാണ് കാര്യപ്പെട്ട ഉമ്മ, അപ്പൊ ഇത്ര നേരം തന്നത് കളിയാണ്. അപ്പൊ അല്ല, കാര്യപ്പെട്ടെടുത്തൊരു ഉമ്മ തരാൻ മറന്നു. അപ്പം പറയണതാണ് പിന്നെ എന്നാ ശരി എനിക്ക് ഈ തായൊന്ന്. അപ്പം അവൻ പറയണേ
ഞാൻ തരാത്തോടത്തൊക്കെ തന്നാൽ മതിയിട്ടാണ് ഓടില്ല കൊടുത്ത്. അപ്പോൾ സ്ഥലം മാറി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അല്ല, നമ്മളെ മഞ്ചാണ് ആള്. അവൾക്ക് അതന്നെ മേടിച്ചിട്ട് വിറച്ചിട്ട് പാടില്ല, ഉറക്കമില്ല പെണ്ണിന്. ഇങ്ങനെ പൊങ്ങി കിടക്കണായി കിടക്കുക. അപ്പൊ ടാറ്റാ, ലവ് യു, ഇഷ്ടപ്പെട്ടോ ഇതിന്റെ കഥ. ഞാൻ ഓഫാക്കി വിചാരിച്ചിട്ട് ഞാൻ നോക്കിക്കാം മട്ടാ. എന്റെ ചെക്കൻ പറഞ്ഞെങ്കിൽ വല്ലാണ്ട് അങ്ങനെ ഒമ്മയൊന്നും കൊടുക്കണ്ട, അവനോട് പോയി പണിയൊക്കെ വരാം. നമ്മളെ കുഞ്ഞുങ്ങൾക്കല്ലേ അല്ലേ അമ്മമാർ തരുന്നല്ലേ. വലിയവർക്കാണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ നാത്തിൻ്റെ വീട്ടിൽ പോയാൽ നാത്തിനും മക്കൾക്കൊക്കെ ഉമ്മ എടുത്ത്, നാത്തിൻ്റെ മരുക്കൊക്കെ ഉമ്മ എടുത്തിട്ടാ പോരാ. പിന്നെ അതേമാതിരി തന്നെ എൻ്റെ വീട്ടിൽ പോയ അമ്മയ്ക്ക് ചേച്ചിക്കൊക്കെ കൊടുത്തു. പിന്നെ അതേമാതിരി ചേച്ചീൻ്റെ വീട്ടിൽ പോയ ചേച്ചീൻ്റെ മരുക്കൊക്കെ കൊടുത്തിട്ട് പോകും. അത്ര സ്നേഹത്തിലാണ് ഞാൻ പോരാട്ടാ. അപ്പോൾ ടാറ്റ. അതുപോലെയുള്ള പരിശുദ്ധമായ ഉമ്മയാണ് ഞാൻ തരുന്നത്. അപ്പം നാളെ ഗണപതിയൊക്കെ വാങ്ങാൻ പോയിട്ട് കുടിരിക്കലിന്റെ സമയത്ത് ആൾക്കാരെത്തുമ്പോൾ ഇവര് വീട്ടിലെത്തുമെന്നൊക്കെ ആർക്കറിയാം. കഥ കേട്ട് കാണണം. വിളക്കൂടി പറയണം.